ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബിസ്മി ഡയറീസ്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്താണ് ഇന്നൊരു വീഡിയോ എടുത്താലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആവണത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അതും കഴിച്ച് അടുക്കളയിൽ ഉണ്ടായിരുന്ന കുറച്ച് പാത്രമൊക്കെ കഴുകി ഞാൻ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലേക്കാണ് വന്നത്. ബെഡ്റൂം ഒരുപാട് മെസ്സിയായിട്ടല്ല കിടക്കണത്, എന്നാലും നമ്മുടെ ബെഡൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കിയിട്ട് കംഫർട്ടൊക്കെ വിരിച്ച് നമ്മൾ അതൊന്ന് ക്ലീൻ ആക്കി എടുത്തു. നോർമലി എൻ്റെ ടേബിൾ നല്ല മെസ്സായിട്ട് കിടക്കാറുണ്ട്. ഒരു ജേർണലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുൾ പേപ്പർ, കട്ടിങ്സ്, സ്റ്റിക്കേഴ്സ് എല്ലാം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതെന്തോ വീഡിയോ എടുക്കണോണ്ടോ തോന്നുന്നു ഒരുപാട് നേരം പിടിച്ച് കിടക്കണില്ലായിരുന്നു. കുറച്ച് പേപ്പേഴ്സും ഫോട്ടോസും ഒക്കെ ആയിരുന്നു. അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ ബോക്സിലാക്കി വെച്ച് എല്ലാം ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ടേബിളിൽ ഞാനൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് കുറച്ച് വെള്ളം ഊറ്റി കൊടുത്തു. എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് നടാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. പയ്യെ പയ്യെ നമുക്കതെല്ലാം സെറ്റാക്കി എടുക്കണം. ഞാൻ എൻ്റെ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റൂമിൽ കുറച്ച് തുണിയും കാര്യങ്ങളെല്ലാം മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മടക്കി വെച്ച് എല്ലാം അതായത് സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്തു. ഏറ്റവും വലിയ പണി ഇതായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതിവിടെ ആകെ കൊളായി കിടക്കുമായിരുന്നു. അത് ചെയ്യാനുള്ള ഗ്യാപ്പ് എനിക്കും ഉണ്ടായിട്ടില്ല. ഉമ്മച്ചിക്കാണെങ്കിലും ഉമ്മ ജോലിക്ക് പോകണോണ്ട് അവിടെ ഇങ്ങനെ ഓരോ വട്ടം വരും, മെസ്സായും, പിന്നെ അത് ഒതുക്കും. അങ്ങനെ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് ഞാനിത് ഒന്ന് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു മൈൻഡായത്. എനിക്ക് ക്ലീനിങ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ക്ലീനിങ് ആയിരിക്കും. അവിടെ ഇവിടെയൊക്കെ ഞാൻ ചെയ്യും. പിന്നെ അത് തീരില്ല, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇതായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്ന നല്ല പണി. ഫുൾ സാധനങ്ങൾ മാറ്റി, എല്ലാം വേണ്ടതും വേണ്ടാത്ത എല്ലാം മാറ്റി നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് പിന്നെ പുതിയതായിട്ട് തുടങ്ങിയൊരു വേറൊരു ഒബ്സഷനായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ബാംഗിൾസിനോടുള്ളൊരു ഇഷ്ടം. പണ്ടൊക്കെ ചെറുതായിരുന്നപ്പോൾ ബാംഗിൾസ് ഇടെങ്കിലും ഒരു കാലം കഴിഞ്ഞപ്പോൾ വള, മാല, കമ്മൽ അതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി തുടങ്ങിയായിരുന്നു. ഒന്നും ഇട്ടില്ലെങ്കിലും ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ ഡ്രസ്സിന് മാച്ചായ ഇയറിങ്സ്, ബാംഗിൾസ്, മാല എല്ലാം ഇടുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി. അപ്പോൾ എനിക്ക് ബാംഗിൾസിനോട് ഭയങ്കര ഇഷ്ടം വന്നു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും ബാംഗിൾസ് ഒക്കെ കണ്ടാൽ മേടിക്കാനുള്ള ഒരു ത്വരയൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ ബാംഗിൾസ് മേടിച്ച് അത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജ്വല്ലറീസൊക്കെ ഞാൻ അവിടെ ഹാങ് ചെയ്തിട്ടു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചധികം സ്പെക്സ് ഉണ്ടായിരുന്നു, ഉപയോഗിക്കണതുണ്ട് ഉപയോഗിക്കാത്തതുണ്ട്. എല്ലാം ഞാൻ ഒരു ബോക്സിലാക്കി അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ട്. ബാംഗിൾസിൻ്റെ സ്റ്റാൻഡ് മേടിക്കാനും എല്ലാത്തിനും വെക്കാനുള്ള ഓർഗനൈസറൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം സ്ലോലി എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. പിന്നെ ഞാൻ ഓർത്തു ബാംഗിൾസ് വെക്കാൻ ഒരു പ്ലേസ് ഇല്ല, ബോക്സ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ അന്നേരം അത് ഹാങ് ചെയ്ത് അതിലിട്ടു. എന്നിട്ട് പിന്നെയാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് അവിടെ എന്തുകൊണ്ട് ഹാങ് ചെയ്തിട്ടുവിടാന്ന്. അങ്ങനെ ഞാൻ അവിടെ ഹുക്ക് ഒട്ടിച്ച് അവിടെ നേരെ അത് പ്ലേസ് ചെയ്തു. അപ്പോൾ എനിക്കെന്തോ ഇഷ്ടമായി അത് അവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ മൊത്തത്തിൽ കാണാനൊരു ഭംഗിയായിരുന്നു, എല്ലാം ഇങ്ങനെ ക്ലീനായിട്ട് ഇരുന്നപ്പോൾ. അങ്ങനെ ബാക്കി ബോക്സസ് എല്ലാം ഓരോ കാര്യങ്ങൾ അതിലാക്കി വെച്ചിട്ട് ഞാൻ അത് സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ എടുക്കാൻ നല്ല ഇൻസെക്യൂരിറ്റി. എനിക്ക് ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാൻ പറയണത് രസമുണ്ടോ, ആൾക്കാർക്ക് അത് ഇഷ്ടമാവോ എന്നുള്ള ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം ഉണ്ട്. പക്ഷെ ഞാൻ എന്തോ ഇന്ന് എനിക്കൊരു വീഡിയോ എടുക്കണം, എങ്ങനെയാണെങ്കിലും എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാനിത് തുടങ്ങിയതാണ്. അങ്ങനെ എൻ്റെ ലാസ്റ്റ് പണിയായിരുന്നു അടിച്ചുവാരൽ കഴിഞ്ഞ് നേരെ നമ്മൾ കുളിക്കാനായിട്ട് പോയി. എനിക്ക് നിങ്ങളിത് ഇഷ്ടമാവുമോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ ചെയ്യാം, ഒരു വട്ടം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സംഭവം പോയി കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ്. അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്കിൻ കെയറും ചെയ്തു. ഇത് കാര്യമായിട്ട് സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം എൻ്റെ പ്രൊഡക്ട്സ് കയ്യിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് തീർന്നു തുടങ്ങി. അപ്പോൾ ഇനി എനിക്ക് ഒന്നേന്ന് മേടിക്കണം. അപ്പോൾ ഇപ്പം ജസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീമും മാത്രമേ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ പ്ലമ്മിൻ്റെ ആണ്. പിന്നെ സൺസ്ക്രീം ആണെങ്കിൽ മിനിമലിസ്റ്റിൻ്റെ. എനിക്ക് പ്ലമ്മിൻ്റെ സൺസ്ക്രീം യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. മോയ്സ്ചറൈസർ എൻ്റെ ഫേസിനാണെങ്കിലും എനിക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ സൺസ്ക്രീം എനിക്ക് ഇപ്പം അത്ര അങ്ങോട്ട് ബെറ്റർ അല്ല, അത് മാറ്റിയെടുക്കണം. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം പണിയൊക്കെ തീരുമ്പോൾ തന്നെ എനിക്ക് നല്ല ലേറ്റ് ആയിരുന്നു, ഈവനിങ് ആയിരുന്നു ഇപ്പം തന്നെ. അപ്പോൾ ഞാൻ നേരെ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നൂഡിൽസും ഞാൻ അതിൻ്റെ കൂടെ ഒരു
കോംബോ ആയിട്ട് ഒരു ബുൾസയും ഉണ്ടാക്കി. പക്ഷെ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി പോയായിരുന്നു. ഫ്ലോപ്പായി പോയാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധനം പൊട്ടിപ്പോയി എന്നുള്ളൊരു ഇതുണ്ടായുള്ളൂ, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നൂഡിൽസൊക്കെ കഴിച്ച് ഞാൻ നേരെ റെഡി ആവാൻ പോയി. തൊടുപുഴയ്ക്ക് പോവാണ്. പെട്ടെന്നൊന്ന പ്ലാനിങ് ആണ്. എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് കസിൻസ് എല്ലാവരും വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പോവാം. അങ്ങനെ ഞങ്ങൾ നേരെ വന്നു. പിന്നെ വീട്ടിൽ വന്നിരുന്നില്ല, നേരെ പടത്തിന് പോകാൻ നെക്സ്റ്റ് പ്ലാനായി. അങ്ങനെ ഞങ്ങൾ പടത്തിന് പോകാൻ വേണ്ടി റിലയൻസിൽ കയറി കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പടത്തിന് കയറി. അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു. എനിക്ക് പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വിട്ടുപോയി. പടത്തിന് കാണുന്നവരെ ഉണ്ടായില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.